ഒഴിഞ്ഞു പോകാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? പിറകിൽ നിന്ന് ശബ്ദം കേട്ട് വല്യമ്മച്ചിയും ദേവുവും തിരിഞ്ഞു നോക്കി. റീത്തയായിരുന്നു അത്. പെട്ടെന്ന് ദേവുവിന് അവൾ അന്ന് പറഞ്ഞതും ഇച്ചായൻ സംശയിച്ചതും ഓർമ്മ വന്നു. ദേവുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. പറയടി, അങ്ങനെയാണെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശമുണ്ടോ? റീത്ത അവരുടെ അടുത്തേക്ക് വന്ന് ദേവുവിനോട് ചോദിച്ചു. ഇല്ല, ദേവു അവളെ നോക്കി പറഞ്ഞു. പിന്നെ എന്തുണ്ടാക്കാനടി ചോദിച്ചത്? റീത്ത ദേഷ്യം വിട്ടുമാറാതെ ദേവുവിനോട് ചോദിച്ചു. ഞാൻ പലതും ഉണ്ടാക്കാൻ ചോദിക്കും, അത് ചോദിക്കാൻ നീ ആരാടി? അവൾ കുറച്ച് പുച്ഛത്തിലും ദേഷ്യത്തിലും ചോദിച്ചു. റീത്തയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഡീ, അവൾക്ക് നേരെ കൈ ഉയർത്തി. വേണ്ട, വെറുതെ എന്നോട് രാവിലെ ചൊറിയാൻ വരരുത്. ഇന്നലെ വരെ പ്രതികരിക്കാതിരുന്ന പ്രതിമയാകില്ല ഇന്ന് ഞാൻ. ദേവുവിന്റെ ശബ്ദം കനത്തു. ഓ, വലിഞ്ഞു കയറി വന്നവൾക്ക് നാക്കിന് നീളം വെച്ച് തുടങ്ങിയല്ലോ, റീത്ത പറഞ്ഞു. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നില്ല. പിന്നെ നാക്കിന്റെ നീളം കൂടുതലായിരിക്കും എന്ന് വെച്ച് നാക്കിനെല്ലില്ലാത്ത നിന്നെ പോലെ ഓരോന്ന് വിളിച്ചു പറയില്ല. ദേവുവിന്റെ മറുപടി കേട്ട് റീത്ത നല്ലതുപോലെ ദേഷ്യം വരാൻ തുടങ്ങി. ഡി, റീത്ത ദേവുവിന് നേരെ കൈ ചൂണ്ടി. ദേ, ഡി പോടി എന്നൊക്കെ ഇന്നലെ വരെ. ഒന്നുകിൽ എൻ്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോളെ വിളിച്ചോ. അല്ലാതെ ഡി പോടി വിളിച്ച അടുത്ത കവിളിലും ചിലപ്പോൾ പുട്ട് കൂടുതൽ ഇടേണ്ടി വരും. റീത്ത അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ഞെട്ടി. അവൾ മാത്രമല്ല, വല്യമ്മച്ചി വായും തുറന്ന് ഇരിപ്പാണ്. റീത്ത അവിടുന്ന് ചവിട്ടിത്തുള്ളിപ്പോയി. ഡി കൊച്ചേ, നീ എൻ്റെ ചെക്കൻ പറഞ്ഞ പോലെ പാവമൊന്നും അല്ലല്ലോ, വല്യമ്മച്ചി ഏതോ ലോകത്തെന്ന പോലെ പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ. എനിക്ക് ആ ചേച്ചിയെ പേടിയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ തലയിൽ കയറി പൊങ്കാലയിടും. അത് പിന്നെ ഇച്ചായം കണ്ടാൽ തീർന്നു. ചേച്ചി ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വല്യമ്മച്ചിയോട് അങ്ങനെ ചോദിച്ചത്. എടി ഭയങ്കരി. പിന്നെ രണ്ടുപേരും കൂടെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ച് സംസാരിച്ച് ഇരിക്കുമ്പോഴാണ് അലക്സ് കയറി വന്നത്. അവനെ കണ്ട് രണ്ടുപേരും അവൻ്റെ പിറകെ അകത്തേക്ക് പോയി. നീ എവിടെയല്ലോ ഇത്ര രാവിലെ പോയത്? ഡെവി ചോദിച്ചു. ഒരു അത്യാവശ്യമുണ്ടായിരുന്നു പപ്പ. അത്രമാത്രം പറഞ്ഞ് അവൻ ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. ദേവു എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കിച്ചണിലേക്ക് പോയി. അലക്സ് മുറിയിലെത്തി ബെഡിൽ വന്ന് കിടന്നു. അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഭാരം തോന്നി. അമേരിക്കയിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം മാറി. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവന് പോയേ പറ്റൂ. അതിൻ്റെ കാര്യത്തിനാണ് അലക്സ് പോയി വന്നത്. അവൻ കുറച്ചു സമയം എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അവന് നിന്നെ ഇഷ്ടമല്ലല്ലോ. അതൊന്നും എനിക്കറിയണ്ട ഡാഡി. എനിക്ക് അവനില്ലാതെ പറ്റില്ല, സാനി വാശിയോടെ പറഞ്ഞു. ആലോചിക്കാം, അത്രേ പറയാൻ പറ്റൂ. ഡാഡി പറഞ്ഞു. എനിക്ക് അവനെ വേണം. അത് ഡാഡിയെ കൊണ്ട് നടന്നില്ല എങ്കിൽ ഞാൻ ഇച്ചായനെ ഇങ്ങോട്ട് വരുത്തും, സാനി പറഞ്ഞു. സാനി, അയാൾ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. ഡാഡി, ചൂടായിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്രിസ്റ്റിയെ വേണം. അകത്തുനിന്ന് അവളുടെ അമ്മ ഇറങ്ങി. അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ അകത്തേക്ക് പോയി. സാമുവൽ, ഭാര്യ മോളി, 2 മക്കൾ, സകൽ സാമുവൽ, സാൻഡ്രിയ സാമുവൽ. സാമുവൽ കൊണ്ടും കൊടുത്തും വെട്ടിപ്പിടിച്ചതാണ് ഇന്നുള്ളതൊക്കെ. പിന്നെ ബിസിനസ് തന്നെയാണ്. പല ബിസിനസ്സുമുണ്ട് സാമുവലിന്. സകൽ ബാംഗ്ലൂരാണ്. കമ്പനിയൊക്കെ നോക്കി നടത്തുന്നു. സാൻഡ്രിയ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. മോളിയാണ് ആ വീട്ടിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ളത്. സാനിയുടെ ആഗ്രഹം എന്തുതന്നെയായാലും അത് പണ്ട് മുതലേ നേടിക്കൊടുത്താണ് ശീലം. പക്ഷേ അതുപോലെ എളുപ്പമുള്ള കാര്യമല്ല അവൾ ചോദിച്ചത്. വാശി സാനിക്ക് കൂടുതലാണ്. നിങ്ങളല്ലേ മോള് ചോദിക്കുന്നതൊക്കെ കൊടുത്ത് പണ്ടേ ശീലമാക്കിയത്. ഇപ്പോൾ മോള് ചോദിക്കുന്നത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. ഓർത്താൻ നല്ലത്, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ഇവിടെ നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. നിന്റെ വാക്കിന് വില തരാനും പോണില്ല, അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. എനിക്കറിയാം, അല്ലെങ്കിലും എൻ്റെ വാക്കിന് വിലയില്ലെന്ന്. ഒരു ദിവസം എൻ്റെ വാക്കുകളുടെ വില അപ്പനും മക്കളും അറിയും. അവർ പറഞ്ഞു കഴിഞ്ഞതും അവരുടെ കഴുത്തിൽ അയാൾ മുറുകെ പിടിച്ചു. കൂടുതൽ കിടന്ന് നാവിട്ടടിച്ചാൽ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോണം. ദേഷ്യത്തിൽ അവരെ പിടിച്ചു തള്ളി അയാൾ അകത്തേക്ക് പോയി. അവർ ഒരുതരം മരവിപ്പോടെ അവിടെ ഇരുന്നു. ഭർത്താവും മക്കളും ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ട് പ്രതികരിക്കാനാകാതെ മനസ്സോടെ സ്വന്തം അവസ്ഥയെ പഴിച്ചുകൊണ്ട് പൊഴിഞ്ഞ കണ്ണുനീർ തുള്ളികൾ തുടച്ചു നീക്കി. ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ അമ്മേ? ദേവു ചോദിച്ചു. ഇല്ല, മോള് അല്ലുവിൻ്റെ അടുത്തേക്ക് ചെല്ല്. അവൻ താഴേക്ക് വന്നില്ലല്ലോ, ജെസ്സി പറഞ്ഞു. അവളൊരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിയയും റേയയും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഈ ചേച്ചി, നിയ നീട്ടി വിളിച്ചു. എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ? റിയ ചോദിച്ചു. ഇച്ചായം വന്നിട്ട് ഇതുവരെ താഴേക്ക് വന്നില്ല, അപ്പോൾ ഒന്നുപോയി നോക്കാമെന്ന് കരുതി, ദേവു പറഞ്ഞു. ഓഹോ, അപ്പോൾ കെട്ടിയവനെ നോക്കി പോവുക? രണ്ടുപേരും കൂടി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ദേവു ചിരിച്ചു. അതൊക്കെ പോട്ടെ, ഇന്നലെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? റിയ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് ദേവു ഞെട്ടിക്കൊണ്ട് രണ്ടിനെയും മാറി മാറി നോക്കി. പെട്ടെന്ന് ദേവുവിന് തലേ ദിവസത്തെ കാര്യമോർത്ത് അവളുടെ മുഖം ചുവന്നുപോയി. ഈശ്വരാ, ദേ ചേച്ചി ബ്ലഷ് ചെയ്യുന്നു. അപ്പോൾ കാര്യമായി എന്തോ നടന്നു, പറയ് കേൾക്കട്ടെ. റിയ വല്ലാത്ത ആവേശത്തിൽ ചോദിക്കുന്നത് കേട്ട് ദേവു ഏതു വഴി ഓടും എന്ന് ആലോചിച്ചു. നാണമില്ലേ പെണ്ണുങ്ങളെ ആ കൊച്ചിനോട് ചോദിക്കാൻ? വല്യമ്മച്ചി അങ്ങോട്ട് വന്നു. ഓഹോ, വന്നല്ലോ, പണ്ടത്തെ റൊമാൻറ്റിക് ക്വീൻ, നിയ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, അതുകൊണ്ടെന്താ? കെട്ടി 1 മാസം ആയപ്പോൾ തന്നെ
നിന്റെ അപ്പൻ വരവറിയിച്ചു. വല്യമ്മച്ചിയുടെ മറുപടി കേട്ട് ദേവു അവരെ മാറി മാറി നോക്കി. നീ ആ ചെക്കൻ്റെ അടുത്തേക്ക് പോകാൻ നോക്ക്. ആ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ കഥ. ദേവു പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ഓട്ടമായിരുന്നു മുറിയിലേക്ക്. അവളുടെ ഓട്ടം കണ്ട് മൂന്നും കൂടെ ഇരുന്ന് ചിരിച്ചു. അല്ല, എന്നാലും ഇച്ചേച്ചി എന്താ ഇത്ര പെട്ടെന്ന് ചുവന്നത്? റിയ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. ഡി കൊച്ചേ, അതറിയണമെങ്കിൽ ആദ്യം ആരെങ്കിലും ഒന്ന് പ്രേമിക്കാൻ നോക്ക്, അപ്പോൾ അറിയാം. റിയ വല്യമ്മച്ചിയെ സൂക്ഷിച്ചു നോക്കി. നിങ്ങളൊരു വല്യമ്മച്ചിയാണോ ഹേ? പിഞ്ചു മനസ്സിൽ എന്താ കുത്തി നിറയ്ക്കുന്നത്? റിയ ചോദിച്ചു. ഓ പിന്നെ. വല്യമ്മച്ചി പുച്ഛിച്ചുകൊണ്ട് എണീറ്റ് പോയി. ആ സമയം തന്നെ നിയോയുടെ ഫോൺ റിങ് ചെയ്തു. ക്രിസ്റ്റിയുടെ പേര് കണ്ടതും നിയോയുടെ മുഖം ചുവന്നു. അവൾ ഫോണെടുത്ത് മുറിയിലേക്ക് പോയി. റിയ അവൾ പോയ വഴിയെ വാ തുറന്നു നിന്നു. ദേവു മുറിയിലെത്തുമ്പോൾ അലക്സ് നല്ല ഉറക്കമാണ്. അവൾ ഡോർ അടച്ച് അവൻ്റെ അടുത്ത് വന്നിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഓ, ഉറങ്ങുമ്പോൾ എന്താ ഒരു പാവം. ഉണ്ണുന്നാൾ കേൾക്കാം അലർച്ച, കാട്ടുപോത്ത്. അവൾ അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവളുടെ സാമീപ്യം അറിഞ്ഞാണോ ചുംബനം അറിഞ്ഞാണോ അലക്സിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ അവനെ നോക്കിയിട്ട് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഒതുക്കി വെച്ചിരുന്ന ചെടികളൊക്കെ കണ്ടത്. അവൾ കുറച്ചു സമയം അതൊക്കെ നോക്കി നിന്നിട്ട് ബോറടിച്ചപ്പോൾ അലക്സിൻ്റെ അടുത്തേക്ക് പോയി. അവൻ അപ്പോഴും ഉറക്കമാണ്. അവനെ ഒന്ന് നോക്കി അവളും അവൻ്റെ അടുത്തായി കയറി കിടന്നു. കുറേ സമയം കഴിഞ്ഞ് അലക്സിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. ഫോൺ എടുത്ത് ക്രിസ്റ്റിയാണ്. ഹലോ ഇച്ചായ, പറയടാ. ഇച്ചായ, ഇന്ന് വൈകുന്നേരം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? നീ ഒരു 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഇറങ്ങി നിൽക്കാം. ഒരുമിച്ച് പോകാം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അല്ലു ഗൗരവത്തിൽ പറഞ്ഞു. ശരി ഇച്ചായ. കോൾ കട്ട് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ കിടന്നു. പിന്നെ എണീക്കാൻ നോക്കുമ്പോഴാണ് ദേവു അടുത്ത് കിടക്കുന്നത് കണ്ടത്. ഇവളത് എപ്പോൾ വന്ന് കിടന്നു? എന്നെ വിളിച്ചില്ലല്ലോ. ദേവു, ദേവു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അവൻ തിരിഞ്ഞ് ഒരു ചിരിയോടെ അവളെ മുഴുവനായി ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം പുഴുത്തി. ഇച്ചായ, ചിണുങ്ങളോടെ വിളിച്ചു. അവനൊന്ന് മൂളി അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. എണീറ്റേ, ഒരുപാട് സമയമായെന്ന് തോന്നുന്നു. കഴിക്കേണ്ടേ? ദേവു പറഞ്ഞു. അവൻ അവളുടെ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് എണീറ്റിരുന്നു. ദേവു, എന്താ ഇച്ചായ? അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് കയ്യിൽ ചുറ്റിപ്പിടിച്ച് വിളി കേട്ടു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ സ്വരം മാറിയപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി. ഞാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി 1 മാസത്തേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അവളുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. അതിനെന്താ ഇച്ചായ? ദേവു നിസ്സാരം പോലെ പറഞ്ഞു. ഞാൻ പോകുന്നത് 1 മാസത്തേക്കാണ്. ചിലപ്പോൾ കൂടുതൽ നാൾ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണ് ദേവു, അമേരിക്കയിലേക്ക്. ഇപ്പോൾ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. തികച്ചും ഒഫീഷ്യൽ ആവശ്യത്തിനാണ് പോകുന്നത്. അതുവരെ അവൻ്റെ കയ്യിൽ മുറുകിയിരുന്ന കൈ അയഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അവനത് കാണാൻ താല്പര്യമില്ലാത്ത പോലെ എണീറ്റ് ഫ്രഷ് ആകാൻ കയറി. ദേവു പെട്ടെന്ന് അവൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് കേട്ടതിൻ്റെ സങ്കടത്തിലാണ്. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത് കണ്ടുകൊണ്ടാണ് അലക്സ് ഇറങ്ങി വന്നത്. ഡീ, അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇരുന്ന് മോങ്ങരുത് എന്ന്. പോയി ഫ്രഷ് ആയിട്ട് വാ. ഫുഡ് എടുത്ത് വെക്കടി. ഒട്ടും മയമില്ലായ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ എണീറ്റ് പോയി. സോറി പെണ്ണെ, നിന്നോട് സ്നേഹത്തിൽ നിന്നാ ഞാൻ പോകുമ്പോൾ നിനക്ക് ചിലപ്പോൾ അത് താങ്ങില്ല. തൽക്കാലം ഒന്ന് ഉടക്കിയേ പറ്റൂ. അവൾ പോയ വഴിയെ അവൻ നോക്കി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി വരുമ്പോൾ അവൻ താഴേക്ക് പോയിരുന്നു. അവൾ പിന്നെ വേഗം താഴേക്ക് പോയി. അവിടെ ജെസ്സി കഴിക്കാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. അവളും കൂടെ പോയി എടുത്തു വെച്ചു. എല്ലാവരും ഇരുന്നു. അലക്സിൻ്റെ അടുത്ത് ഒരു ചെയർ ഒഴിച്ചിട്ടിട്ടുണ്ട് അവൾക്ക്. എന്തു പറ്റി ചേച്ചി? മുഖമല്ലാതെ, റിയ ചോദിച്ചു. ഒന്നുമില്ല. അവളുടെ സ്വരം ഇടറിയതും അലക്സ് മുഖമുയർത്തി നോക്കി. നീ എന്താ കഴിക്കുന്നില്ലേ? അവൻ്റെ ശബ്ദം മുഴങ്ങി അവിടെ. പിന്നെ കഴിച്ചോളാം, അവൾ പതിയെ പറഞ്ഞു. വന്നിരിക്കടി. അവൻ്റെ അലർച്ചയായിരുന്നു. എല്ലാവരും ഒരു നിമിഷം അവരെ നോക്കി. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം ഇച്ചായ. അവളുടെ സ്വരം ഇടർന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ഞാനൊരു കാര്യം ഒരിക്കൽ പറയുമെന്ന് നിനക്ക് നന്നായി അറിയാം. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യം മനസ്സിലായതും അവൾ ഒന്നും മിണ്ടാതെ പോയിരുന്നു. അവൻ തന്നെയാണ് അവൾക്ക് വിളമ്പിക്കൊടുത്തത്. അവൾ ആരെയും മുഖമുയർത്തി നോക്കിയില്ല. എല്ലാവർക്കും മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. രണ്ടുപേരും തമ്മിൽ. നീ എപ്പോഴല്ലോ പോകുന്നേ? ഡെവി ചോദിച്ചു. ദേവു കഴിപ്പ് നിർത്തി മിണ്ടാതെ ഇരുന്നു. ഞാൻ മറ്റന്നാൾ പോകും അപ്പോൾ. അവൾ കഴിപ്പ് മതിയാക്കി എണീക്കാൻ തുടങ്ങിയതും അലക്സ് അവളുടെ തുടയിൽ കൈ അമർത്തി വെച്ചു. അവൾ അവനെ നോക്കാതെ അവിടെ തന്നെ ഇരുന്നു. അല്ല, ഇതെവിടെ പോകുന്ന കാര്യമാണ് ചർച്ച? വാതുക്കൾ നിന്നുള്ള ചോദ്യം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. അല്ല, ആരാ ഇത്? എബിയോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയുമാവോ? ജെസ്സി ആക്കളോടെ ചോദിച്ചു. അമ്മ വേണ്ട, ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. പോരാത്തതിന് റേഞ്ച് പോലും ഇല്ലാത്ത ഒരു കുടുക്കില ഈ തെണ്ടികൾ എന്നെ പറഞ്ഞയച്ചത്. ഇവിടെ എങ്ങും അല്ലല്ലോ, അങ്ങ് മുമ്പയ്ക്കല്ലേ? എബി അല്ലുവിനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. അവനെ കണ്ടതും റിയയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ആ സമയം റീത്തയിൽ പുച്ഛവും. അലക്സ് അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്.
നീ ഇരിക്ക്, കഴിക്കാം, ജെസ്സി പറഞ്ഞു. വേണ്ട, ഞാൻ കഴിച്ചു. തൽക്കാലം ഞാൻ ഈ ആപ്പിൾ എടുക്കുക. പിന്നെ ചിലരുടെ കല്യാണത്തിനൊന്നും നമ്മളില്ലായിരുന്നു. ചങ്ക്, കരൾ, കൂമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അലക്സ് മുഖമുയർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ തന്നെ എബി ചിരിച്ചു. ദേവുവിന് എബിയെ നേരത്തെ അറിയാം. അതുകൊണ്ട് അതിനകം ഞെട്ടലൊന്നുമില്ലായിരുന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, നീ എവിടെ പോകുന്ന കാര്യമായിരുന്നു ഇവിടെ ചർച്ച? അല്ലുവിനെ നോക്കി എബി ചോദിച്ചു. അമേരിക്കയിൽ മറ്റേ റോയൽ കമ്പനിയുടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എന്തായാലും നീ വന്നത് നന്നായിപ്പോൾ. അലക്സ് അത് പറഞ്ഞ് കഴിച്ചെണീറ്റു പോയി. തൊട്ടുപുറകെ ദേവു എണീക്കാൻ തുടങ്ങി. കഴിച്ചു തീരാതെ അവിടുന്ന് അനങ്ങിയാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. ഇരുന്ന് കഴിക്കടി, ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പോയി. അവൾ എല്ലാവരെയും നോക്കിയിട്ട് മിണ്ടാതെ ഇരുന്ന് കഴിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഡാ ചെക്ക, കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങടാ, ഡെബി പറഞ്ഞു. ശരി പപ്പ, അതും പറഞ്ഞ് എബി മുറിയിലേക്ക് പോകാനൊരുങ്ങി. വരുന്നതിനും പോകുന്നതിനുമെല്ലാം പപ്പ, അമ്മ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തേക്കുമല്ലേ. ഇതൊക്കെ ഇവിടെ നടക്കൂ, ഡയാന അർത്ഥം വെച്ച് പറഞ്ഞു. അതെ ആൻറ്റി, ഞാൻ അങ്ങനെ വന്നു പോകുന്നതല്ല. ഇവിടെ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ്. അറിവായ കാലം മുതൽ ഞാൻ പപ്പായെന്നും അമ്മയെന്നും വിളിച്ചത് എൻ്റെ ഈ അമ്മയെയും പപ്പയെയും തന്നെയാണ്. ഈ ഭൂമിയിൽ എബിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് ഈ കുടുംബം തന്നെയാണ്. അവൻ ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. നിന്റെ നാക്കിന് എല്ല എന്ന് പറഞ്ഞ് ഓരോന്ന് വിളിച്ചു പറയുന്നത് നിർത്തിക്കൊള്ളാൻ നിന്നോട് ഞാൻ പറഞ്ഞതാണ്. അതനുസരിച്ച് നിനക്ക് കൊള്ളാം. ഇവിടെ ആഘോഷം വിശേഷം കഴിഞ്ഞല്ലോ. ഇനി നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാം, വല്യമ്മച്ചി പറഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ദേവു അമ്മയുടെ കൂടെ അടുക്കളയിൽ സഹായിച്ചു. പിന്നെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. എബി ബെഡിലേക്ക് കണ്ണുകൾ അടച്ചു കിടന്നു. ശരിക്കും തൻ്റെ അച്ഛനും അമ്മയും ആരാ? അറിയില്ല, ഒന്നും അറിയില്ല. തെരുവിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു താൻ. അവിടെ നിന്ന് ഒരു ദിവസം പപ്പ എന്നെ എടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ. തന്നെ തിരക്കി ആരും വന്നിട്ടില്ല. അന്ന് നീയ കുഞ്ഞായിരുന്നു. തനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഇവിടെ എത്തിയതാണ്. അന്നു മുതൽ സഹോദരനായി, കൂട്ടുകാരനായി എല്ലാം തൻ്റെ ഒപ്പം അലക്സ് ഉണ്ട്. എല്ലാം ആലോചിക്കവേ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ എന്തിനോ ഒരു നോവ് ഉള്ളിൽ നിറയുന്നുണ്ട്. എബിച്ച, റിയയുടെ ശബ്ദം കേട്ട് അവൻ എണീറ്റിരുന്നു. എന്താ റിയ? തികച്ചും ഗൗരവം നിറഞ്ഞത് തന്നെയായിരുന്നു അവൻ്റെ സ്വരം. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? എബി ദേഷ്യത്തിൽ അവളെ നോക്കി. ഞാൻ അതിലെന്താ ആലോചിക്കേണ്ടത്? ഞാൻ നിന്നോട് അപ്പോൾ തന്നെ തീരുമാനം പറഞ്ഞതാണല്ലോ, എബി ദേഷ്യത്തിൽ ചോദിച്ചു. എബിച്ച, അവൻ കൈ ഉയർത്തി അവളെ ബാക്കി പറയാൻ അനുവദിക്കാതെ തടഞ്ഞു. റിയ, ഞാൻ നിന്നോട് നല്ല രീതിയിലാണ് കാര്യം പറഞ്ഞത്. എനിക്ക് നിന്നെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ട് എന്നെ അങ്ങനെ കാണാൻ കഴിയില്ല? പറയ്, അതറിഞ്ഞാൽ പിന്നെ ഞാൻ ശല്യം ചെയ്യില്ല, റിയ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്ക് നിന്നെപ്പോലെയുള്ള ഒരുത്തിയല്ല വേണ്ടത് ഭാര്യയായിട്ട്, അവൻ വേറെ എങ്ങോ നോക്കി പറഞ്ഞു. അതിൻ്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. അവൾക്കും വാശിയായി. എനിക്കത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ ഇറങ്ങിപ്പോയേ, എനിക്കൊന്ന് ഫ്രഷ് ആകണം, എബി പറഞ്ഞു. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാൻ ഇറങ്ങിപ്പോകില്ല, അവൾ അത് പറഞ്ഞ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ശരീരമൊന്ന് വിറച്ചു. ഒപ്പം എന്തോ ആലോചിച്ചതും ദേഷ്യം നിറഞ്ഞു. റിയ, കൈയെടുക്ക്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ, എബി ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാൻ പോകില്ല, റിയ വാശിയോടെ പറഞ്ഞു നിർത്തിയതും എബി അവളെ പിടിച്ചു തള്ളി. നിനക്കെന്താടി, കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എബി അവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു. ഇല്ല, മനസ്സിലാകില്ല. നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ സാധിച്ചോ? ശ്രമിച്ചിട്ടുണ്ടോ? അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചവൾ ചോദിച്ചു. കൈയെടുക്ക് റിയ. അവന് നല്ലതുപോലെ ദേഷ്യം വരാൻ തുടങ്ങി. അവളത് കേൾക്കാത്ത പോലെ നിന്നു. നീയും നിന്റെ ചേച്ചിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടം നേടാൻ വേണ്ടി നടക്കുക. അത് പറഞ്ഞ് അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി. അവൾ അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിയെപ്പോലെയാണോ എന്നെയും കാണുന്നത്? അതുകൊണ്ടാണോ എന്നോട് ഇഷ്ടമല്ല എന്ന് പറയുന്നത്? അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി.